بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله محمد النبي الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗമാണ് ദീർഘം നൽകിക്കൊണ്ട് പാരായണം ചെയ്യുക എന്നത്. ദീർഘം നൽകേണ്ട സ്ഥാനങ്ങൾ കൃത്യമായി അറിയുക, കൂടുതൽ ദീർഘിപ്പിക്കൽ അനുവദനീയമല്ലാത്ത ഭാഗങ്ങൾ ഏതൊക്കെ, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമായി മനസ്സിലാക്കുക എന്നത്. ഇതാണ് ദീർഘത്തിൻ്റെ ഇനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ള ദീർഘമാണ് അൽ മദ്ദുൽ ലാസിം. അൽ മദ്ദുൽ ലാസിം, ലാസിം എന്നാൽ നിർബന്ധം എന്നൊക്കെ അർത്ഥമുണ്ട്. സാബിത്ത് എന്ന അർത്ഥവും അതിന് സങ്കല്പിക്കാം, സ്ഥിരപ്പെട്ടത്. ഇവിടെ എന്തായിരുന്നാലും ഇതിൻ്റെ ഹുക്മ് ലാസിം, നിർബന്ധം എന്ന് തന്നെയാണ്. അപ്പോൾ ലാസിമായ ദീർഘം, ലാസിമായ മദ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹുവ അൻ യഅതിയ ഹർഫുൽ മദ്ദി വബഅദഹു ഹർഫുൻ സാകിനുൻ സുകൂനൻ അസ്ലിയ വസ്ലൻ വവഖഫ. അത് ദീർഘാക്ഷരം വരലാണ്, അതിന് പിന്നാലെ തൊട്ടു പിന്നിൽ വബഅദഹു ഹർഫുൻ സാകിനുൻ സുകൂനൻ അസ്ലിയ, അസ്ലിയായ സുകൂൻ നൽകപ്പെട്ട സാക്കിനായ അക്ഷരം വരിക. സ്ഥിരപ്പെട്ട അസ്ലിയായ ഒരു സുകൂൻ ഉള്ള അക്ഷരം അതിനുശേഷം വരിക, ദീർഘാക്ഷരത്തിന് ശേഷം. വസ്ലൻ വവഖഫ, ചേർത്ത് വായിക്കുമ്പോഴും നിർത്തുമ്പോഴുമൊക്കെ ആ സുകൂൻ അവിടെ തന്നെ ഉണ്ടാകും, അത് പോകൂല എന്നർത്ഥം. അങ്ങനെ അസ്ലിയായി നിലനിൽക്കുന്നതായ ഒരു സുകൂൻ ഉള്ള അക്ഷരം ദീർഘാക്ഷരത്തിന് ശേഷം വരലാണ് ലാസിമായ ദീർഘം ഉണ്ടാകുവാനുള്ള കാരണം. ഉദാഹരണം, ഇവിടെ സ്വ എന്നതിൽ അലിഫാണ് നമ്മുടെ ഹർഫുൽ മദ്, ദീർഘാക്ഷരം. അതിനുശേഷമാട്ടെ എന്നുള്ള സുക്കൂൻ, ഖാഇന്റെ സുക്കൂൻ. ആ സുക്കൂൻ സ്ഥിരപ്പെട്ടതാണ്, പോകാത്തതാണ്, വഖഫിലും വസ്ലിലും നിലനിൽക്കുന്നതാണ്. അല്ലേ? എന്ന സുക്കൂൻ സ്ഥിരപ്പെട്ടതാണ്. ഇവിടെ രണ്ട് ലാസിമായ ദീർഘമുണ്ട്. ഒന്ന് തുഹ എന്ന അലിഫും ജൂ എന്ന വാവും. ഇത് രണ്ടും തന്നെ എന്താണ്? ലാസിമായ ദീർഘമാണ്. എന്ന സുക്കൂൻ അലിഫിന് ശേഷം ഉണ്ട്. അതുപോലെ തന്നെ സ്വാദ്, നൂൻ, ഹമീം, ത്വാസീം, മീം. ഇങ്ങനെ ഈ ദീർഘങ്ങളെല്ലാം സ്ഥിരപ്പെട്ടതാണ്, വഖഫിലും വസ്ലിലും ചേർത്ത് വായനയിലും വിരാമത്തിലും നിലനിൽക്കുന്നവയാണ്. ഇനി ഇതിൻ്റെ ഐറ്റംസ് ആണ് അഖ്സാമുൽ മദ്ദിൽ ലാസിം. ലാസിമായ ദീർഘത്തിൻ്റെ ഇനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ ഇനം ലാസിമുൻ കലിമി, രണ്ടാമത്തെ ഇനം ലാസിമുൻ ഹർഫി. ലാസിമുൻ കലിമി എന്ന് പറഞ്ഞാൽ കലിമത്തിൽ ഉള്ളത് എന്നർത്ഥം, പദത്തിലുള്ള ലാസിമായ ദീർഘം. അതും
മുഖഫഫും ഉണ്ടാകും, മുസഖലും ഉണ്ടാകും. മുഖഫഫ് എന്നാൽ എന്ന് പറഞ്ഞതുപോലെ ദീർഘാക്ഷരത്തിന് ശേഷം വ്യക്തമായ സുക്കൂൻ, പക്ഷേ സുക്കൂൻ നൽകപ്പെട്ട അക്ഷരത്തിന് ഷദ് ഇല്ല, ദിത്വം നൽകപ്പെട്ടിട്ടില്ല എന്നതാണ് മുഖഫഫ് അഥവാ ലഘുവായത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ രണ്ടാമത്തേത് മുസഖൽ ആണ്. ലഘു എന്നതിൻ്റെ വിപരീതം ഗുരുതരം അല്ലേ, അല്ലെങ്കിൽ കടുപ്പമുള്ളത്, മുസഖൽ ഭാരമുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദീർഘാക്ഷരത്തിന് ശേഷം വരുന്ന സാക്കിനായ അക്ഷരത്തിൽ, സുക്കൂൻ നൽകപ്പെട്ട അക്ഷരത്തിൽ ഷദ്ദു കൂടിയുണ്ട്, മുഷദ്ദദാണ്. അതായത് ഷദ്ദ് നൽകപ്പെട്ട, ദിത്വം നൽകപ്പെട്ട അക്ഷരം ഇത് കലിമിയാണ്, നമ്മൾ മനസ്സിലാക്കിയത് പദങ്ങളാണ്, കലിമത്തുകളാണ്. എന്നാൽ ഹർഫിയുണ്ട്, കേവല അക്ഷരങ്ങൾ, സൂറത്തുകളുടെ തുടക്കത്തിൽ കാണുന്ന അക്ഷരങ്ങൾ, അതിൽ വന്ന ദീർഘം, അതും മുഖഫഫും മുസഖലുമുണ്ട്. ഹാമീം ഇത് മുഖഫഫാണ്, കാരണം മീം യാഇന് ശേഷം വ്യക്തമായ സുക്കൂൻ നൽകപ്പെട്ട അക്ഷരത്തിന് ഷദ്ദ് ഇല്ല. എന്നാൽ അടുത്തത് നോക്കൂ, മുസഖൽ ത്വാസീം മീം. ഇവിടെ സീ എന്ന യാഇന് ശേഷം ലാസിമായ മുസഖലായ ഹർഫിയായ ദീർഘമാണ് വന്നിട്ടുള്ളത്. കാരണം ശേഷമുള്ള മീമിന് ഷദ്ദുണ്ട്. ഷദ്ദ് നൽകപ്പെട്ട മീമിനെ കൂടുതൽ മണിക്കുകയും വേണം. അങ്ങനെയുള്ള ഒരക്ഷരമാണ് ദീർഘാക്ഷരമായ യാഇന് ശേഷം വന്നിട്ടുള്ളത്. അതിൽ ആ യാഇൻ്റെ ദീർഘവും ലാസിം തന്നെയാണ്, അത് മുഖഫഫാണ്. കാരണം ശേഷമുള്ള അവസാനത്തെ മീമാകട്ടെ ഷദ്ദില്ലാത്തതാണ് എന്നതുകൊണ്ട്. ഏതായാലും ഇപ്രകാരം ലാസിം കലിമി മുഖഫഫ്, ലാസിം കലിമി മുസഖൽ, ലാസിം ഹർഫി മുഖഫഫ്, ലാസിം ഹർഫി മുസഖൽ എന്നിങ്ങനെ ദീർഘാക്ഷരങ്ങളെ വീണ്ടും വിഭാഗങ്ങളാക്കുന്നു. ഇതിൽ ലാസിം കലിമി മുഖഫഫ് അന എന്ന ഒരൊറ്റ പദമാണ്, അത് 2 തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പദം മാത്രമേ ലാസിം കലിമി മുഖഫഫ് ഉള്ളൂ എന്നതും പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇനി എത്ര അളവിലാണ് ഇതിനെ ദീർഘിപ്പിക്കേണ്ടത്, അതാണ് മനസ്സിലാക്കുവാനുള്ളത്. യുമദ്ദുൽ ലാസിമു ബികുല്ലി അഖ്സാമിഹി, ലാസിമായ ദീർഘം അതിൻ്റെ എല്ലാ ഐറ്റംസും ബിമിഖ്ദാരി 6 ഹറകാത്ത്, 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ഔ നഖൂൽ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ബിമിഖ്ദാരി 3 അദ്ആഫിൽ മദ്ദി ത്വബീഇ, ത്വബീഇയായ സാമാന്യ ദീർഘത്തെക്കാളും 3 ഇരട്ടി. അപ്പോൾ 3 അലിഫ് എന്നൊക്കെ പറയാറുണ്ട് പണ്ടത്തെ കാലത്ത്. അപ്പോൾ 3 ഇരട്ടി ദീർഘം നൽകുക, അതായത് 6 ഹറക്കത്തിൻ്റെ അളവിൽ. 6 ഹറക്കത്തിൻ്റെ അളവ് ഇങ്ങനെ. ഈ 6 ഖബ്ദ് വൽ ബസ്ത് അല്ലേ, എടുക്കുവാനുള്ള, നമ്മൾ ഒരു കൈവിരൽ കൂട്ടി തുറക്കുവാൻ എടുക്കുന്ന സമയം, അതാണ് ഒരു മാത്ര എന്ന് പറയുക. ഇങ്ങനെ 6 മാത്ര നൽകിക്കൊണ്ടാണ് ഇതിനെ ദീർഘിപ്പിക്കേണ്ടത്. എല്ലാ ലാസിമായ ദീർഘവും അതിൻ്റെ എല്ലാ ഐറ്റംസും, എല്ലാ ഇനങ്ങളിലും. അതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, സൂറത്തുകളുടെ തുടക്കത്തിൽ വന്നിട്ടുള്ള കേവലാക്ഷരങ്ങളെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. എത്ര അക്ഷരങ്ങൾ വന്നിട്ടുണ്ട്, അവ ഏതൊക്കെയാണ്, ആ സൂറത്തുകളുടെ കൃത്യമായ എണ്ണവും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഏതൊക്കെ സൂറത്തുകളിൽ വന്നിട്ടുണ്ട്, എത്ര അക്ഷരങ്ങൾ വന്നിട്ടുണ്ട്, അതിലേതിനൊക്കെ നമ്മൾ
ലാസിമായ ദീർഘം നൽകേണ്ടതുണ്ട്. എന്നാൽ തീരെ ദീർഘം നൽകാതെ ഖസ്ർ നൽകി 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘത്തെ ഒതുക്കേണ്ടവയുമുണ്ട്. ഇതൊക്കെ വിശദമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. ബിഇദ്നില്ലാഹി തആല. ബാറകല്ലാഹു ഫീക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.